ഇടുക്കി മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിന് മുന്നിലൂടെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകുന്നു. കെട്ടിട നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ടാങ്ക് നിറഞ്ഞൊഴുകാൻ കാരണമെന്ന് ആശുപത്രി പ്രിൻസിപ്പൽ. കഴിഞ്ഞ ഒരാഴ്ചയായി നിറഞ്ഞൊഴുകുന്ന മലിനജലത്തിൽ ചവിട്ടിയാണ് രോഗികൾ ആശുപത്രിയിലെത്തുന്നത്. ആശുപത്രിയിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മുന്നിലൂടെയാണ് മലിനജലം ഒഴുകുന്നത്. അളവിലധികം മാലിന്യം എത്തിയതോടെ ടാങ്ക് നിറഞ്ഞൊഴുകുകയായിരുന്നു. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാലിന്യം ട്രീറ്റ് ചെയ്ത് മാറ്റാനുള്ള സീവേജ് പ്ലാന്റ് ഇതേവരെ നിർമ്മിച്ചിട്ടില്ല. പ്ലാന്റ് നിർമ്മിക്കാൻ കരാർ ഏറ്റെടുത്ത നിർമ്മാണ കമ്പനി തയ്യാറായിട്ടില്ലെന്ന് ആശുപത്രി പ്രിൻസിപ്പൽ. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമുക്ക് പണി തുടങ്ങുന്നതേ ഉള്ളൂ. അത് ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും പണികള് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒഴിച്ച് ബാക്കിയുള്ളതിന്റെ പണികൾ ഒന്നും തീർന്നിട്ടില്ല. ഓവർഹെഡ് ടാങ്ക് തന്നെ പണിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. കെട്ടിട നിർമ്മാണത്തിൽ വലിയ അഴിമതിയുണ്ടെന്നാണ് ഉയരുന്ന വിമർശനം. ഈ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനവും ഈ സെപ്റ്റിക് ടാങ്ക് നിർമ്മാണവും എല്ലാം വ്യാപകമായ അഴിമതി. സർക്കാരിന്റെ ഫണ്ട് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ നിർമ്മാണ പ്രവർത്തനക്കാർ ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് കെട്ടിട നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന് മുൻപും ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. പ്ലാൻ പ്രകാരമുള്ള നിർമ്മാണങ്ങൾ പലതും ഇനിയും നടക്കാനുണ്ട്. നിർമ്മാണ കമ്പനിയുടെ അലംഭാവം മൂലം ദുരിതത്തിലാകുന്നത് സാധാരണക്കാരായ രോഗികളാണ്. മീഡിയ 1 ഇടുക്കി.